നമ്മുടെ ചെറുപ്പമാണ് ഏറ്റവും നല്ല കരുത്ത്. വിശാൽ ഗോയൽ ഇസ് ഹിയർ. IBM-ന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് CM പറഞ്ഞനുസരിച്ച് ഞാൻ അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, എംപ്ലോയീസായി. അന്ന് അവർ പ്രോമിസ് ചെയ്തത് 100 പേർ ഒരു വർഷം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വീണ്ടും ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ they had already recruited 1,500 youths. അപ്പം ചോദിച്ചല്ല, നിങ്ങൾ 100 പറഞ്ഞപ്പോൾ 1,500 ആയല്ലോ. അപ്പം അതിനന്ന് പറഞ്ഞ മറുപടി, ഈ മലയാളി ചെറുപ്പക്കാരാണ്. ഒരു വർഷത്തിനുള്ളിൽ 2 സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ടൂൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ഫേസ്ബുക്കും വാങ്ങി, മറ്റൊന്ന് ഡെൽറ്റ എയർലൈനും വാങ്ങി. അതിനുശേഷമാണ് ഫസ്റ്റ് ഇന്നൊവേഷൻ സെൻറ്റർ ഓൺ ജെനയായി IBM ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലെ ഈ സാധ്യതകൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായത്. അത് നമുക്ക് ഒരു കുതിച്ചുചാട്ടത്തിന് സഹായകരമായിരിക്കും. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദാവോസിൽ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളൊരു 5.5 കോടി ഇന്ത്യ ആകെ 10 കോടിയാണ് ഇവിടുത്തെ കിട്ടിയത്. അതിൽ 5.5 കോടി ഇന്ത്യ ഗവൺമെൻറ്റിന് 6 കോടി ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് കുടിസുമുറിയത്. പിന്നെ ദാവോസിൻ്റെ മെയിൻ വേദിയിൽ പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും ഇൻവെസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ കുടിസുമുറിയിലേക്ക് എത്തിച്ചതിൽ ശ്രീ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ടു മിസ്റ്റർ യൂസഫ് അലി ഫോർ ഗിവിംഗ് continuous support for the industrialization of the state of Kerala.